ഹായ് ഗായ്സ്, ഇത് 2025 ഒരു വിഷയത്തിൻ്റെ വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി വീഡിയോ ഇറക്കാനായിട്ട്, കാരണം കുറച്ച് ബിസി ആയിരുന്നു. എഡിറ്റിങ്ങിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിലോട്ടാണ്, അതായത് നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ്. ഇന്ന് യാത്ര തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ കുഞ്ഞൻ ഉറക്കമായി. മറ്റുള്ള ഇടയ്ക്കാൻ നിർത്തിയപ്പോഴും കുഞ്ഞിനെ എണിപ്പിക്കാൻ നോക്കിയിട്ട് നോ രക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാണ് ഞങ്ങളവിടെ നിന്ന് ഈ ഒരു വീഡിയോ എടുത്തതും പിന്നെ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതും. ടോളിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയെങ്കിലും 2 വീലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോവാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. നമ്മളെ വീടെന്ന് പറഞ്ഞ പാടത്തിൻ്റെ സൈഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഈവനിങ് സമയമായതുകൊണ്ടും കുട്ടികളവിടെ കളിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായി കുഞ്ഞനെ അങ്ങനെ അച്ഛനമ്മനെ ഏൽപ്പിച്ച് ഞാനും ചേച്ചിയും കൂടി പൂരച്ചമയം കാണാനായിട്ട് ഇറങ്ങി. റൗണ്ടിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടിയിരുന്നു. നല്ലൊരു ബ്ലോക്കിൽ പെട്ട് തന്നെയാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പകൽപ്പൂരം കാണാനാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് തോന്നുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും ആനകളെ മാത്രം കാണാം. സാധാരണ നിരന്നു നിൽക്കുന്ന ആനകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഏത് വഴി പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് തൃശ്ശൂർ. സമയം കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് എത്തിയത് തിരുവമ്പാടിയിലായിരുന്നു. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ കുടയെല്ലാം കാണാൻ തന്നെ. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് തന്നെയാണ് അത് കണ്ടതും ഇതൊരു വീഡിയോയിൽ പകർത്തിയതും. വീഡിയോയിൽ എല്ലാം തന്നെ അതിൻ്റെതായ കുറവുകളുണ്ടാവും, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ പോയത് പാറമേക്കാവിൻ്റെ സമയപ്രദർശനം കാണാനായിരുന്നു. തിരുവമ്പാടിയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ കൂടുതൽ കുടകൾ എനിക്ക് പാറമേക്കാവിൽ കാണാൻ കഴിഞ്ഞു. തിരുവമ്പാടിയിൽ സമയം കാണാൻ വന്നവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ സമയം കാണാനുള്ളൊരു സ്പേസ് അവർ ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്രൗഡിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു പാറമേക്കാവിൻ്റെ അവസ്ഥ. വളരെയധികം തിക്കും തിരക്കായിരുന്നു. അതിനിടയിൽ കുടകളെല്ലാം തട്ടിയിട്ടു. ഞാൻ നിന്ന ഒരു ടൈമിൽ തന്നെ 2-3 സ്ഥലത്ത് കുടകളെല്ലാം വീണായിരുന്നു. പിന്നെ നമ്മൾ മുകളിലേക്ക് പാറമേക്കാവിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് പിന്നെയും ഒരു കൺട്രോളിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്രയും ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും തിരക്കൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത് തന്നെ. വളരെ സന്തോഷമായി ഇതൊന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ. പൂരമെനിക്കൊന്നു കാണണം കാണണം പൂരമെനിക്കൊന്നു കാണണം കാണണം പൂരമെനിക്കൊന്നു
ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരു ദിവസം നമ്മൾ പൂരത്തിനോ കുടമാറ്റത്തിനോ ഒന്നും പോയില്ല, എല്ലാം നമ്മൾ ടി വിയിൽ തന്നെ കണ്ടത്. അതിനുശേഷം നമ്മൾ രാത്രി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പൂരപ്പറമ്പിലേക്ക് പോവാനായിട്ട്. പൂരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുറച്ച് ആനകളെ കണ്ടു. ചെറിയ 2 പൂരങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ചു നേരം അതൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി നേരെ എക്സിബിഷൻ ഗ്രൗണ്ടിലൂടെ പാറമേക്കാവ് സൈഡിലേക്കാണ് പോയത്. പോകുന്ന വഴിക്കാണെങ്കിൽ കെട്ടിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ചെന്നപ്പോൾ പൂരം ആരംഭിച്ചിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പൂരമെല്ലാം കണ്ടു. ഫസ്റ്റ് വെടിക്കെട്ട് നമ്മുടെ തിരുവമ്പാടിയുടെ ആയിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു വെടിക്കെട്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വെടിക്കെട്ട് കാണാൻ പോകുന്നത്. അതിൻ്റേതായ കുറേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. 3 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞ വെടിക്കെട്ട് ആരംഭിച്ചത് 4 മണിയായപ്പോഴായിരുന്നു. ആനയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത്ര ലേറ്റ് ആയത്. എന്നാലും നല്ലൊരു അതിമനോഹരമായ വെടിക്കെട്ട് തന്നെയായിരുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് പാറമേക്കാവിൻ്റെ ഒരു 5:30 പാറമേക്കാവിൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു വെടിക്കെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് അവസാനിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ടത് കാണാൻ പറ്റി.
വെടിക്കെട്ടിനൊന്നും നമ്മളെ കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നില്ല. ആൾക്ക് വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വളരെ പേടിക്കണ കാര്യമാണ്. നമ്മൾ ഒരു 7:30 കൂടി ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ നമുക്കൊരു ചെറിയ ഫോട്ടോഷൂട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരെയാണ്. അതിന് വേണ്ടിയുള്ള കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബബിള് പൂരത്തിന് വന്നപ്പോൾ കുറച്ച് ബബിളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന കാരണം അതൊക്കെ വെച്ച് ഞാനും കുഞ്ഞിനും കൂടി കളിച്ചു. ഒരു ദിവസം പിന്നെ നമ്മൾ അവിടെ അച്ഛനമ്മനോട് ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.